ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ലൈവിൽ ഇനി നടക്കാൻ പോകുന്നത് കുറച്ച് പേര് മാറിയിരുന്ന് ജാസ്മിനെയും ഗബ്രിയും എതിരായിട്ടുള്ള ഗെയിം പ്ലാൻ ഇറക്കും. അവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയും. ഇതൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. ജാസ്മിനും ഗബ്രിയും മാറിയിരുന്ന് അവരുടെ കാര്യങ്ങൾ പറയുകയും കരയുകയും ചെയ്യും. ഇത് തന്നെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത്. ഇപ്പം ജാസ്മിനും ഗബ്രിയും കൂടെ മാറിയിരുന്ന് സംസാരിക്കുവാണ്. നമ്മുടെ ഗബ്രി ആകെ തളർന്നിരിക്കുകയാണ് കേട്ടോ. ഗബ്രിയുടെ വിചാരം ഗബ്രി പുറത്ത് കട്ട നെഗറ്റീവാണ്, ഗബ്രിയാണ് ജാസ്മിനെ ഇതിലേക്ക് വലിച്ചിട്ടത് എന്ന രീതിയിലുള്ള ടോക്കാണ് പുറത്ത് നടക്കുന്നത് എന്നാണ് ഗബ്രിയുടെ ഒരു വിചാരം. കാര്യം ഇത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ജാസ്മിനെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട്. അത് ജാസ്മിനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിന് മനസ്സിലാവണമെങ്കിൽ അത് സമയം എടുക്കും. പക്ഷേ ആ സമയം ഇവർക്ക് കിട്ടുമോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ തോന്നി. അവർ ഗെയിമിന് വേണ്ടിയിട്ട് അടുത്തതായിരിക്കാം, പക്ഷേ അത് പിന്നീട് അവർ കൈവിട്ട് പോയി. അവർക്ക് തമ്മിലൊരു അട്രാക്ഷൻ തോന്നി. പിന്നീട് ജാസ്മിന് പുറത്ത് ജാസ്മിൻ്റെ മാത്രമല്ല ഒരാളടുത്ത് വാക്ക് പറഞ്ഞിട്ട് വന്നതാണ്. ആ ഒരു കാര്യം കൊണ്ട് ജാസ്മിനെ പിറകോട്ട് വലിച്ചു. അതുപോലെ തന്നെ ഗബ്രിയുടെ വീട്ടുകാരും മതവും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഗബ്രിയെയും പിറകോട്ട് വലിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യമില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് തന്നെ ഇവർ പ്രണയത്തിലായേനെ. പക്ഷേ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം അത് അവർക്ക് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യത്തിലുള്ള ഒരു വിഷമവും ഉണ്ടെങ്കിൽ ഇവർക്ക് മനസ്സുകൊണ്ട് ഇവർ തമ്മിൽ വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആയും പോയി. അപ്പം അത് മാറാൻ ഇവർക്ക് കുറച്ച് സമയമെടുക്കും. ആ ഒരു സമയം ഇവർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവർ പുറത്തേക്ക് തന്നെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാര്യം വീട്ടുകാർ ഒന്നടങ്കം ഇവരെ ടാർഗറ്റ് ചെയ്യും. കാര്യം ഇവർ കട്ട നെഗറ്റീവ് ആയതുകൊണ്ട് ഇവർ എന്ത് പറഞ്ഞാലും പുറത്ത് പോസിറ്റീവ് ആകുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇവരതെല്ലാവരും ടാർഗറ്റ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ വൈൽഡ് കാർഡ് വന്ന പൂജ, സിബിൻ ഒക്കെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യും അല്ലേ. പിന്നെ ജിൻഡോയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ജിൻഡോ ചിലപ്പോൾ ഗെയിം കൂളാക്കും, ചിലപ്പോൾ ടഫാക്കും. ഇതാണ് നമ്മുടെ ജിൻഡോയുടെ ഗെയിം. എന്തായാലും ആകെ തളർന്നിരിക്കുന്ന ഗബ്രിയെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ ജാസ്മിൻ എത്തിയിരിക്കുകയാണ്. ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു എന്നെ ഒന്ന് ഹഗ് ചെയ്യുന്നു പറഞ്ഞ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഹഗ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ പറ്റില്ല. കാര്യം ഇതിനിടയ്ക്ക് ശരണ്യ അതുപോലെ അപ്സരയൊക്കെ വന്നിട്ട് പോയിട്ട് പോലും അവർക്കാർക്കും ഇവരെ രണ്ടുപേരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ പറ്റൂ. കാര്യം അതാണ് അവരുടെ അവസ്ഥ. എന്തായാലും നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഗെയിമിലേക്ക് ഇറങ്ങുവാണെങ്കിൽ കുറേയും കൂടി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. ലൈവിൽ ഇവരെക്കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തും അകത്തും എല്ലാം ഇത് തന്നെയാണ് ചർച്ച. നോക്കാം എന്താണെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.